പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മാരോത്തില്ലത്തെ പണിക്കാരൻ അപ്പോഴാണ് അവിടെ വന്നത്. പാക്കാ, മനക്കിലൊരു പശു ചത്തിരിക്കണു, വേഗം കൊണ്ടുപോയിക്കോളണം, തമ്പ്രാൻ കൽപ്പിച്ചിരിക്കുന്നു, പണിക്കാരൻ അറിയിച്ചു. അടിയാൻ വരാം, നിങ്ങൾ നടന്നോളി, പാക്കനാരുടെ അച്ഛൻ പറഞ്ഞു. ഇപ്പം തന്നെ വരണം, പശു ചത്ത് ചീഞ്ഞു നാറാൻ തുടങ്ങിയിരിക്കുന്നു, എൻ്റെ കൂടെ തന്നെ വാ. സാധ്യല്ല. പാക്കനാർ പണിക്കാരൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്താ നീ പറയണത് എൻ്റെ കുട്ടി? പണിക്കാരൻ മൂക്കത്ത് വിരൽ വെച്ചു. സൂക്കേട് പിടിച്ച് ചത്ത പശുവിൻ്റെ മാംസം തിന്നാൻ ജനിച്ചവരല്ല ഞങ്ങൾ. ഇന്നു മുതൽക്ക് ഈ ചാളേന്ന് ആരും ഇക്കാര്യത്തിന് വരില്ല. തമ്പ്രാനോട് ചെന്ന് പറഞ്ഞോളി, പാക്കനാർ പറഞ്ഞു. നാളിതുവരെയുള്ള ആചാരമാണത്. തങ്ങളുടെ കൊച്ചുമകൻ ആദ്യമായി ഇതാ ഒരാചാരത്തെ ചോദ്യം ചെയ്യുന്നു. പാക്കനും തേയിയും വല്ലാതെ പരിഭ്രമിച്ചു. തമ്പുരാൻ വിവരമറിഞ്ഞാൽ ചാളയ്ക്ക് തീവയ്ക്കും, തങ്ങളെ മുക്കാലിയിൽ കെട്ടി തല്ലും. അടിയൻ ആളെയും കൂട്ടി ഇപ്പം അങ്ങോട്ട് വരാം. ഈ ചെക്കൻ വിവരമില്ലാത്തോണ്ട് ഓരോന്ന് പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കോളി, പാക്കൻ പറഞ്ഞു. പണിക്കാരൻ ഒന്ന് അമർത്തി മൂളി മടങ്ങി. പാക്കനാർ അച്ഛനോട് ചോദിച്ചു, പറയനും മനുഷ്യനല്ലേ അച്ഛാ? പാക്കൻ ഒന്ന് ഞെട്ടി. പറയനും മനുഷ്യനാണോ? മഴയും വെയിലും കൊള്ളണം, കാട്ടിൽ പോകണം, മുള വെട്ടണം, മുറവും പനമ്പും ഉണ്ടാക്കണം, കിട്ടിയ കാശിന് വിൽക്കണം, പട്ടിണി കിടക്കണം. യജമാനന്മാരുടെ വീടുകളിൽ പോത്തും എരുമയും മൂരിയും പശുവും ചത്താൽ എടുത്തുകൊണ്ട് വരണം. പറയനും മനുഷ്യനാണോ? തമ്പ്രാക്കന്മാർ വരുമ്പോൾ വെളിപ്പാടകലെ മാറി നിൽക്കണം, ഇല്ലെങ്കിൽ തമ്പ്രാനെ അശുദ്ധി ബാധിക്കും. വലിയ വീടുകളിലെ പടിപ്പുരകളിൽ ചെന്ന് നിൽക്കാനേ പറയനും പുലയനും അവകാശമുള്ളൂ. മുറ്റത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും പാടില്ല, മുറ്റം അയിത്തമാകും. എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? പറയൻ മനുഷ്യനല്ല മോനെ, മൃഗത്തേക്കാൾ താണവനാണ്. അത് നിങ്ങളൊക്കെ മിണ്ടാണ്ടിരുന്നിട്ടല്ലേ? അവർ കാട്ടണതെല്ലാം സഹിക്കണതുകൊണ്ടല്ലേ? പാക്കനാർ ചോദിച്ചു. പാക്കൻ ഒന്നും ഉരിയാടിയില്ല. നീ എന്തിനാടാ അച്ഛനോട് തർക്കിക്കാൻ നിൽക്കണത്? നമുക്ക് പോവുക, തേയി പറഞ്ഞു. എങ്ങട്? മനക്കലയ്ക്ക്. പശുവിനെ കൊണ്ടുവരണം. ആ പണിക്കാരൻ ഏഷണിക്കാരനാണ്. തമ്പ്രാൻ്റെ കോപം ആളി കത്തിക്കാൻ അവൻ നോക്കും. നമുക്ക് വേഗം പോവുക. പോവില്ല, ഇവിടുന്ന് ആരും പോവില്ല. പാക്കനാരുടെ ശബ്ദത്തിന് നല്ല മുഴക്കമുണ്ടായിരുന്നു. പാക്കൻ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. ആ, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം, പാക്കൻ പറഞ്ഞു. നേരം ഉച്ചയായി. പാക്കനാർക്ക് വിശന്നു. ഇന്ന് ഉച്ചയ്ക്കൊന്നും ഇല്ലേ അമ്മേ? അവൻ ചോദിച്ചു. തേയിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ നിസ്സഹായതയോടെ പാക്കൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനെയും അമ്മയെയും വിഷമിപ്പിച്ചതിൽ പാക്കനാർക്ക് കുണ്ഠിതം തോന്നി. ചാളയ്ക്ക് സമീപം നിൽക്കുന്ന പടുകൂറ്റൻ കരിമ്പനയുടെ മുകളിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. കുലകുലകളായി പനന്തേങ്ങ വെയിലിൽ മിന്നിത്തിളങ്ങുന്നു. പാക്കനാർ തടിച്ച ഒരു കാട്ടുവള്ളി കൊണ്ട് തളപ്പുണ്ടാക്കി. കരിമ്പനയിൽ കയറി. അയ്യോ മോനെ, വീഴല്ലേ! തേയി നെഞ്ചത്ത് കൈവച്ചു. പാക്കനാർ മുകളിലേക്ക് കയറി. 2 കുല തേങ്ങയിട്ടു. താഴേക്ക് അതിവേഗം ഊർന്നിറങ്ങി. പാക്കനും തേയിയും ഒരു നിമിഷം അത്ഭുതസ്തബ്ധരായി നിന്നു. അരിവാളെടുത്ത് തേങ്ങയുടെ തലപ്പ് ചെത്തി വയറ് നിറയെ 3 പേരും ഭക്ഷിച്ചു. പാക്കനാർ സംതൃപ്തിയോടെ ഒരേമ്പക്കം വിട്ടു. സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടായ സംതൃപ്തി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.
എന്തായാലും